ഞങ്ങൾ എത്ര ഷെയറും പാർ കിട്ടിയാലും സ്വീകരിക്കും. അല്ല പിന്നെ ഇനിയിപ്പോ സ്വഭാരിഫായി ഒരു ഷെയറും പാർക്കും മൂപ്പരെ കുടുംബ പരമ്പരയിലൂടെ കിട്ടിയത് കൊണ്ടുവരാൻ. അപ്പൊ നമ്മളെന്താ പറയേണ്ടി? അത് ആവശ്യമില്ല, 2 പെടുണ്ട് കേട്ടോ. ഇതല്ല, ഞങ്ങളെ ജീവനേക്കാൾ ഞങ്ങൾ സ്നേഹിക്കുന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി. അതിപ്പോ എത്ര കിട്ടിയാലും ഞങ്ങൾ സ്വീകരിക്കും കേട്ടോ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ കൊണ്ടുവന്നല്ലോ ഷെയർ പാർക്ക്, നിങ്ങൾ എവിടെ അത് വെച്ചിട്ടുണ്ട്? നിങ്ങൾ എന്തിനാ കൊണ്ടുവന്നത്? എന്തിനാ നിങ്ങൾ ആ പൈസ കൊടുത്തത്? അത് നിങ്ങൾ എന്ത് ചെയ്തു? എവിടെയാണ് വെച്ചിട്ടുള്ളത്? ഓമ്പരക്കടവേ, ആ ഷെയർ മുബാറക്ക് വെച്ച ആദ്യത്തെ ദിവസം നിങ്ങൾക്കുണ്ടായ അനുഭവം ഞങ്ങൾക്കറിയാം കേട്ടോ. വേണ്ടി വന്നാൽ സനതടക്കം ഞാൻ പറയുന്നത്. കളി ദുന്യാവിൽ സഹോദരന്മാർ ഷെയർ മുബാറക്കറ്റ് കളിക്കാൻ ചങ്ങാതിമാര് എന്തും സംഭവിക്കാം, എന്തും സംഭവിക്കാം. അതാ ഇറങ്ങുമ്പോ മുഴുവനായി ഇറങ്ങും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഷെയർ മുബാറക്ക് വെച്ച് തോന്നിവാസം കളിക്കാം. എന്നിട്ട് എവിടെ അത് വെച്ചിട്ടുള്ളത് പറ. സമുദായത്തിന് വിട്ടുകൊണ്ടാത് ബാൽചാരിയവാലെന്നെ കേരളത്തിൽ വരാൻ പോവുക. അത് വാങ്ങിയിട്ടേ അദ്ദേഹം അടങ്ങൂ. നിങ്ങളെന്താ മനസ്സിലാക്കിയത്? ഷെയർ മുബാറക്കിനെ നിന്ദിക്കാൻ വേണ്ടി അത് കൊണ്ടുവന്ന നിങ്ങളെക്കാൾ ഈ ദുന്യാവിൽ ഇങ്ങനെ ഒരു ഗതികെട്ടാളുണ്ടായിണ്ടാവില്ല. ഷെയർ മുബാറക്കിനെ പ്രസംഗിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഷെയർ മുബാറക്ക് ഒരു സമൂഹം മുഴുവനും ബോംബെയിലെ ഒരാൾക്ക് ഇഷ്കാലില്ലാതെ അവിടെ കൊണ്ടു നടക്കുന്ന സാധനത്തെ ഇവിടെ കൊണ്ടുവന്നിട്ട് തട്ടിക്കളിക്കുക, അത് വ്യാജമാണ്, അതെങ്ങനെയാണ് ഇങ്ങനെയാണ്, കരിക്കാണ്, എന്തെല്ലാം തോന്നിവാസം. ഓ ഇസ്കക്കാരെ, നിങ്ങളിനി മേലിൽ സുന്നി എന്ന് പറയരുത് കേട്ടോ. ഞങ്ങളുടെ ശക്തമായ താക്കീതാണത്. ഇൻഷാ അല്ലാഹ് ഓരോന്നിനും മറുപടി വരും. അതും കൂടി അങ്ങ് പറയാം ഇൻഷാ അല്ലാഹ്. എന്താണ് നിങ്ങൾ കൃത്യമായി അത് ഇപ്പൊ കേട്ടതും കൂടി കേട്ടോളൂ. സുൽത്താനുൽ ഉലമ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സ്വബാഹ് റിഫായി നൽകിയ അതൊന്ന് നോക്കിക്കോളൂ. കിട്ടിയല്ലോ നേരത്തെ. نعطي لقبا مباركا لشيخنا الشيخ أبا بكر حفظه الله سلطان المشايخ سلطان العلماء، وهو يستحق بذلك لأنه يسير في أرض الله سبحانه وتعالى. റിഫായി ഷെയ്ഖിന്റെ പേരക്കുട്ടി നൽകിയ പേരാണ് സുൽത്താനുൽ ഉലമ കേട്ടോ. നിങ്ങൾക്കെന്താ പേര്? സുൽത്താനു സുഫഹാ എന്നിട്ടോ. നല്ല പേരാ. അതല്ലേ നിങ്ങളെ നേതാവിനെ നിങ്ങളെങ്ങനെ ആദരിച്ചത്? കൊണ്ടുപോവാ നമ്മൾ ചെറുശ്ശേരിയെ 20 മിനിറ്റല്ലേ മൂപ്പർക്ക് എന്നെ പ്രസംഗിക്കാൻ കൊടുത്തത് അല്ലേ? ഒക്കെ നിങ്ങൾ അതപ്പതിക്കാണ്. ഒരു സംസ്ഥാന സെക്രട്ടറി മാത്രല്ല, ഹൈദരിൽ തങ്ങളൊക്കെ ദാറുൽ സമ്മേളനത്തിന് ഇങ്ങനെ ഇരുത്തിയിട്ട് പറയാണ്, പാവം ചെറുശ്ശേരി പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു, മക്കളെ ഞാനാണ് ഇവിടെ മുഖ്യപ്രഭാഷകൻ. പറഞ്ഞിട്ടെന്താ, എനിക്ക് ആകെ പ്രസംഗിക്കാൻ തന്നത് 20 മിനിറ്റാട്ടോ. അതേ സമയത്ത് ഹൈദരിൽ തങ്ങൾക്ക് 10 മിനിറ്റേലോ. നിങ്ങളാണ് ഇതൊക്കെ നിഷേധിച്ച ആളുകൾ, ഞങ്ങളല്ല, നിങ്ങൾ തന്നെയാണ്. കണ്ടോളൂ, ചെറുശ്ശേരിന്റെ പ്രസംഗം വിലയിറക്കിയിട്ടില്ല. ഈ വിഷയമുണ്ടല്ലോ, ഈ വിഷയം നിങ്ങളിങ്ങ് പുറത്തിറക്കിയാൽ, ആ CD പുറത്തിറക്കിയ പ്രചരണം ഞങ്ങളായിക്കോളാന്ന് പറഞ്ഞു. ഇതുവരെ പുറത്തിറക്കിയിട്ടില്ല. പക്ഷെ ഞങ്ങളെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടോ, നിങ്ങളുടെ ചെറുശ്ശേരിയുടെ പ്രസംഗമെങ്കിലും ഒന്ന് കേട്ടോളൂ. ഇതിന്റെ സഹസ്ഥാപനങ്ങളെ പറ്റിയുമെല്ലാം നിങ്ങൾ ധാരാളമായി ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ്. പിന്നെ ഓരോ പ്രാസംഗികന്മാർക്കും ഇവിടെ സമയം നിശ്ചയിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങളെ അവറുകൾക്ക് 10 മിനിറ്റും എനിക്ക് 20 മിനിറ്റുമാണ് അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ എന്ത് മുഖ്യമായ വിഷയമാണ് പറയേണ്ടത് എന്നെനിക്കൊരു പുടുത്തം കിട്ടാതെ ഞാൻ വയലുകയാണ്. എന്നാൽ പാപം വയലാണ്. അപ്പൊ നിങ്ങൾക്ക് ചെറുശ്ശേരി തന്നെ ബഹുമാനിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞങ്ങൾക്ക് നമ്മൾ സമ്മേളനം നടക്കുന്നു. അപ്പൊ ഉള്ളാൾ തങ്ങളെ വിളിച്ചിട്ട് നിങ്ങളൊരു 10 മിനിറ്റ് കേട്ടോ, കാന്തപുരസ്ഥാനോട് നിങ്ങളൊരു 20 മിനിറ്റിൽ കൂടരുത് പറഞ്ഞതേ ഓർമ്മ ഉണ്ടാവുള്ളൂ. അത് ഞങ്ങളുടെ സംഘടനയുടെ സെറ്റപ്പാണ്. ഉസ്താദ് പറഞ്ഞാൽ അതിനെതിരെ പറയാൻ ഒരാളും ഇവിടെ ഇല്ല കേട്ടോ, ഇല്ല. അത് ഞങ്ങളെ സംഘടനയുടെ സെറ്റപ്പാണ്. നിങ്ങൾക്കോ, നിങ്ങൾ 1000 കൊല്ലല്ല 10,000 കൊല്ലം തപസ്സിരുന്നാലും അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവില്ല. ഒരു സംശയവും ഞങ്ങൾക്കതിലില്ല. അപ്പൊ ഉറപ്പാണ്. നിങ്ങൾക്ക് എന്താ അറിയാം, അതുകൊണ്ടായിരിക്കണം മൂപ്പര് ദേഷ്യം പിടിച്ച് അതൊക്കെ പറഞ്ഞത്. 108 കൂടി കൊണ്ടുപോവാ, മൂപ്പര് പറഞ്ഞിട്ട് കാര്യമില്ല. ആകങ്ങൾ 20 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ആൾ പറഞ്ഞതുപോലെ ഇയാളൊന്ന് പറഞ്ഞു പോയി. ഇപ്പൊ സനത് ദാന സമ്മേളനമാണ്, പക്ഷെ സനത് ദാനമൊന്നുമല്ല അവിടെ നടന്നത്, വേറെ ചില ദാനങ്ങളായിരുന്നു. അതും കൂടി ഒന്ന് കേട്ടോളൂ നിങ്ങൾ. അതാണ് നമ്പർ 1. അങ്ങനെ പറഞ്ഞാൽ ഇന്ന കിസിബൻ അലൈജ, എന്റെ മേൽ നുണ പറയൽ, ലീസക്ക് കിസിബിൻ അല അഹദിൻ, മറ്റുള്ളവരെ മേൽ നുണ പറയുന്നത് പോലല്ല.
ഫമൻ കദബ അലയ്യ മുതഅമ്മിദൻ, കൽപ്പിച്ചൂട്ടി ആരെങ്കിലും എന്റെ മേൽ നുണ പറഞ്ഞാൽ അവ തങ്ങളെ മുടി അല്ലാത്ത മുടിയാന്ന് പറയാ. ഇങ്ങനെ പല ജാതിയും ഈ വകുപ്പിൽപ്പെടും. അവന്റെ മക്കളത്, അവന്റെ ഇരിപ്പിടം അവൻ നരകത്തിൽ ഉറപ്പിച്ചു എന്ന് ഹദീസ് ഷരീഫിൽ വന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളെ പറ്റി വലിയൊരു യോഗത്തിൽ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പുണ്യനബിന്റെ മുടി കത്തിക്കാൻ പറഞ്ഞാൽ ആ നാൾ കഴിഞ്ഞു പോകും. ആ പുണ്യനബിന്റെ മുടി അല്ലാത്ത മുടിയാണ്, ആ അങ്ങനത്തെ ഒരു മുടിയെ പറ്റി പുണ്യനബിന്റെ മുടിയാണ് എന്ന് പറഞ്ഞ് നുണ പറഞ്ഞാൽ അത് കണ്ണും മൂക്കും കാലും സാമാനും ഒക്കെ കരിഞ്ഞു പോകും. സാമാനം പറഞ്ഞ വകീലൊരു തെക്ക് ബീറും, മറ്റേത് ഊരും പറഞ്ഞപ്പോഴും കിട്ടിയല്ലോ തെക്ക് ബീർ. ഇങ്ങക്കൊക്കെ എന്ത് പറ്റിപ്പോയി ചങ്ങാതിമാരെ? ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ലാസ്റ്റ് അപ്പൊ ചോദ്യം മറക്കണ്ട. നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ട സനതുള്ള ഒരു മുടി, ഒരു ഷെയർ മുബാറക്ക് പറയാം. നിങ്ങൾ ഈ മേലിൽ ഇനി ശംസുലമന്റെ മക്കൾ എന്ന് പറയരുത്. ശംസുലുലമയും നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല കേട്ടോ. ശംസുലുലമ ഇന്ന് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യുന്ന പണി SKSSF പിരിച്ചുവിടലായിരിക്കും കേട്ടോ. കാരണം എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇവരതാ പുതിയ ചാനലായിട്ട് വരികയാണത്ര. ചാനലിന് വേണ്ടി പിരിച്ചത് 110 കോടി. 110 കോടി ഷെയർ പിരിച്ചു. എന്താ ചാനലിലുള്ളത്? 15 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പെൺകുട്ടികളെ കൊണ്ട് ആട്ടും പാട്ടും അതുപോലെ തന്നെ നൃത്തവും ചെയ്യിപ്പിച്ചുകൊണ്ട് SKSF-കാരന്റെ ചാനൽ വരുന്നു. നിങ്ങൾ ചാനലായിട്ട് ഒന്നിന് വരി, ചാനലായിട്ട് വരി. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, ഈ ചാനലില്ലേ? അപ്പൊ നമ്മൾ വിളിച്ചു ചോദിച്ചപ്പോ പറഞ്ഞ എന്താ? അത് ഞങ്ങൾ ഈ പാട്ട് പാടുന്ന പെണ്ണുങ്ങൾക്ക് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, മുഖവും കയ്യും അല്ലാത്തൊക്കെ മറക്കണമെന്ന്. അപ്പൊ അത് മറച്ചല്ല എന്നാണ് ഞാൻ അതിന്റെ ഒരു CD തന്നെ ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. നമ്മളെ മുഹമ്മദ് രാമന്തൽ പ്രത്യേകം തയ്യാറാക്കിയ ഇവരുടെ ചാനലിനെ കുറിച്ച് ഒരു എല്ലാ രേഖകളും അതിലുണ്ട്. ഞാൻ പറയുന്നു, ശംസുലുലമ പൊരുത്തപ്പെടുമോ? ഇത് നിങ്ങൾ മറുപടി പറയണം. നിങ്ങളുടെ ചാനലും ഈ പെണ്ണും ഈ കൂത്താട്ടവും ഇതിന്റെ പേരാണോ SKSSF? അതുകൊണ്ട് ശംസുലുലമയുടെ പേരോ കണ്ണിയത്ത് ഉസ്താദിന്റെ പേരോ ഇനി നിങ്ങൾ പറയാൻ പാടില്ല. അതേ വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസ്വാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറളൂൻ. ആദ്യകാല മുഹാജിറുകൾ അൻസാറുകൾ അവരെ പിന്തുടർന്നവർ അവരാധാറുകളെ ബഹുമാനിച്ച പോലെ അവര് കുത്തിയന്വേഷണം നടത്താതെ മുസ്ലിമീങ്ങൾ പറയുന്ന ആധാറുകളിൽ വിശ്വസിച്ച പോലെ റളിയല്ലാഹു അൻഹും അല്ലാഹു അവരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അവർ അല്ലാഹുവിനെയും ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. വഅദ്ദലഹും ജന്നാത്തിൻ തജ്രി തഹ്തഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ ദാലികൽ ഫൗസുൽ അദീം. അവർക്കാണ് സ്വർഗം, അവർക്കാണ് അല്ലാഹുവിന്റെ ലിഖാ. അല്ലാഹു തആല അങ്ങനെയുള്ള സന്മാർഗത്തിൽ കണ്ടത് വിശ്വസിച്ച് എല്ലാം അംഗീകരിച്ച് നല്ലത് ചെയ്യുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വിശിഷ്ടാതിഥികളുടെ പ്രഭാഷണം ഉള്ളതുകൊണ്ടും വേണ്ടി വന്നാൽ ഇനി ബാക്കി പറയാം, ഇനിയും ഒരുപാടുണ്ട് എന്ന് തൽക്കാലം ഓർമ്മപ്പെടുത്തി വിടവാങ്ങുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സമാദരണീയരായ സാദാത്തുക്കൾ, ബഹുവന്യരായ സംഘടനാ നേതാക്കൾ, ഇവിടെ പ്രൗഢമായ പ്രകീർത്തന പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടിയും സാന്നിധ്യമറിയിക്കുന്നതിന് വേണ്ടിയും വന്നുചേർന്ന കേരളത്തിലെ ഏറ്റവും വലിയ ധാർമ്മിക വിപ്ലവ വിദ്യാർത്ഥി സംഘടനയായ SSF-ന്റെ സംസ്ഥാന ഉപാധ്യക്ഷൻ ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അവറുകൾ, പ്രിയപ്പെട്ട സുന്നത്തു ജമാഅത്തിന്റെ സഹപ്രവർത്തകന്മാരെ, നാട്ടുകാരെ, വളരെ വിശാലമായി ഇവിടെ കാര്യങ്ങൾ നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. അബൂജഹൽ എന്ന് പറയുന്ന ധിക്കാരിയെ ബദറിന്റെ പോർക്കളത്തിൽ നശിപ്പിക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചത് ആലങ്കാരികമായി അല്ലെങ്കിൽ സൗകര്യാർത്ഥം പറഞ്ഞാൽ അന്നത്തെ മുഷാവറയെ അല്ല, അന്നത്തെ SYS-നെയുമല്ല, അന്നത്തെ SSF-നെയുമല്ല, സാക്ഷാൽ അക്കാലഘട്ടത്തിലെ കേവലം ഒരു SBS-കാരനെയായിരുന്നു എന്ന ചരിത്രം അറിയുന്ന നമുക്ക്
അഭിനവ ആധുനിക ചരിത്രത്തിൽ അതിൻ്റെ പുനരാവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടി വരികയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവിടെ നമ്മൾ വളരെ കൂടുതൽ മനസ്സിലാക്കിയ ഒരു കാര്യം, ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങളിൽ സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും രാജ്യത്തിന്റെയും നിർമ്മാണാത്മകമായ വഴികളിൽ ആ മഹാനുഭാവനായ പണ്ഡിതനും ആ പണ്ഡിതന്റെ കൂടെ ആത്മാർത്ഥമായി അടിയുറച്ചു നിൽക്കുന്ന ആയിരങ്ങളായ ആലിമീങ്ങളും ലക്ഷക്കണക്കായ പ്രവർത്തകന്മാരും സാദാത്തുക്കളും ഇവിടെ നിർവഹിച്ചു പോന്ന ഏതൊക്കെ നവോത്ഥാന പ്രവർത്തനങ്ങളുണ്ടോ ആ പ്രവർത്തനങ്ങളെ മുഴുവനും കുടിച്ചു മൂടുവാനും ആ പ്രവർത്തനങ്ങളോട് മുഴുവനും അസൂയയോടുകൂടെ നോക്കിക്കാണുവാനും ശ്രമിച്ച ഒരു വിഭാഗം ആളുകൾ, ആ വിഭാഗം ആളുകളുടെ നാക്കടങ്ങിയിട്ട് ഞങ്ങൾക്കൊരു പ്രവർത്തനവും ഇക്കാലം വരെ ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്തതുകൊണ്ട് ആ നാക്കുകളുടെ കുൽസിതമായ ശ്രമങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ചവിട്ടി മാറ്റുക എന്ന ആവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലും ആദർശ കൈരളി ആവർത്തിക്കുക തന്നെ ചെയ്യുമെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുവാൻ മാത്രം ഈ സമയം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനത്തെ ഒറ്റനോട്ടത്തിൽ നമ്മൾ വിലയിരുത്തിയാൽ സാമൂഹ്യമായും ജനകീയമായും അദ്ദേഹം ഇടപെട്ട ഏറ്റവും മർമ്മപ്രധാനമായ ഒരു പദ്ധതിയായിരുന്നു അരീക്കാട് പള്ളിയുടെ നിർമ്മാണമെന്ന് പറയുന്നത്. ആ അരീക്കാട് പള്ളിയുടെ നിർമ്മാണ പദ്ധതികളുമായി സമുദായ സ്നേഹിയായ കാന്തപുരം ഉസ്താദ് നിഷ്കളങ്കമായി മുന്നോട്ട് വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒറ്റക്കെട്ടായി പോകുന്ന കാലത്ത് കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും നേതൃത്വത്തിൽ ഈ പ്രസ്ഥാനം വളരെ ശക്തമായി മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ പ്രവർത്തനങ്ങൾക്ക് നിശ്ചീമമായ പിന്തുണ ആ പണ്ഡിത സമൂഹം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ അന്ധമായ അസൂയയുടെ പേരിൽ അന്നൊരു പള്ളിയുടെ നിർമ്മാണത്തിന് തടസ്സം നിന്ന കക്ഷികളുടെ പിന്തലമുറക്കാർ ഇന്ന് ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് സാമൂഹ്യമായും സാമുദായികമായും ഏറ്റെടുത്ത ചരിത്രപരമായ ഒരു ദൗത്യ നിർവഹണത്തെ തകർക്കുന്നതിന് വേണ്ടി കച്ചകെട്ടിയിറങ്ങിയതിൽ ചരിത്രം പഠിച്ച ഏതൊരു ചരിത്ര വിദ്യാർത്ഥിക്കും ഒരിക്കലും ആശങ്കപ്പെടേണ്ടതില്ല. പക്ഷേ ആണയിട്ടുകൊണ്ടൊരു കാര്യം ഞങ്ങൾ ആവർത്തിച്ചോർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അരീക്കാട് പള്ളിയുടെ പേരിൽ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ തുടങ്ങിയ ആരോപണങ്ങൾ ഇൻഷാ അല്ലാഹ് തിരുകേശപ്പള്ളിയുടെ നിർമ്മാണ പ്രവൃത്തിയോടുകൂടെ നശിച്ചു പോകാൻ പോവുകയാണ്. ഇനിയൊരു ആരോപണത്തിന് ഇടനിൽക്കാത്ത രൂപത്തിൽ ഈ ആരോപകരെ മുഴുവനും ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലേക്ക് ചവിട്ടി മാറ്റിയിട്ടാണ്, അല്ലെങ്കിൽ തിരുകേശപ്പള്ളിയുടെ ആദ്യത്തെ തറയുടെ ചുവട്ടിൽ അവരെ കുടിച്ചു മൂടിയിട്ടാണ് തിരുകേശപ്പള്ളിയുടെ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു വഞ്ചനയാണ്. ആ വഞ്ചന ഇവിടെ നടന്ന പരിപാടിയിൽ വളരെ പ്രകടമായി പുറത്തുചാടിയിട്ടുണ്ട്. ഇവിടെ പ്രസംഗിച്ചൊരു വിദ്വാൻ ചോദിച്ചത് എവിടെ കാന്തപുരം ഉസ്താദിന്റെ SSFകാരനും SYSകാരനും എന്നാണ്. അതിനർത്ഥം ഇവരെ പോലെ യാതൊരു തൊഴിലുമില്ലാതെ, യാതൊരു പദ്ധതിയുമില്ലാതെ, അജണ്ടയുമില്ലാതെ, ലക്ഷ്യവുമില്ലാതെ കേവലം ഒരു വ്യക്തിയുടെ പിറകെ ഇങ്ങനെ ചാടി നടക്കുന്ന ഒരു വിഭാഗത്തെ പോലെ രാജ്യത്തിന്റെയും സമുദായത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ആസൂത്രിതമായ പദ്ധതികളുമായി മുന്നോട്ടു പോകുന്ന SSFകാരെ, SYSകാരെ ഇത്തരം വില കുറഞ്ഞ വഴികളിലേക്ക് കൊണ്ടുവരാനും ഞങ്ങളുടെ അജണ്ടകളെ വഴിതിരിച്ചു വിടാനുമാണ് നിങ്ങൾ ഞങ്ങളെ പ്രകോപിപ്പിക്കുന്നതെങ്കിൽ ആ പ്രകോപനം കാലങ്ങൾക്ക് മുമ്പ് തിരിച്ചറിഞ്ഞവരാണ് സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ. ഞങ്ങൾക്കൊരു കാര്യമേ അതിനു മറുപടിയായി പറയാനുള്ളൂ. എവിടെ SSFകാരെന്ന് ചോദിച്ചവരോട്, എവിടെ SYSകാരെന്ന് ചോദിച്ചവരോട്, പണ്ട് SSF എവിടെയുണ്ടായിരുന്നു അതേ സ്പോട്ടിൽ, അതേ ശക്തിയിൽ SSF ഉണ്ട്. പണ്ട് SYS എവിടെയുണ്ടായിരുന്നു അതേ സ്പോട്ടിൽ അടിയുറച്ച കാൽപാദങ്ങളുമായി SSF ഈ രാജ്യത്ത് SYS ഉണ്ട്. പക്ഷേ ഒന്നുണ്ട്, ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിനെ കുറിച്ച് നിങ്ങൾ ഓരോ ആരോപണം പറഞ്ഞപ്പോഴും ആ ആരോപണത്തിനെതിരെ ഞങ്ങൾ എന്ത് മറുപടിയായിരുന്നു പറഞ്ഞത്, ആ മറുപടിയിൽ അന്ന് മുതൽ ഞങ്ങൾ ഇന്ന് വരെ ഉറച്ചു നിന്നിട്ടുണ്ട്. ഞങ്ങൾ മാർക്സിസ്റ്റുകാരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല. പക്ഷേ ഞങ്ങൾ അവിടെ ഉറച്ചു നിന്നു. നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, നിങ്ങൾ പറഞ്ഞു കോൺഗ്രസ്സുകാരാണെന്ന്. അന്ന് ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, അവിടെ ഉറച്ചു നിന്നു. നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല, പിന്നെ നിങ്ങൾ പറഞ്ഞു ഗൗഡ സുന്നിയാണെന്ന്.
അന്നും ഞങ്ങൾ പറഞ്ഞു അല്ല, ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾ സുന്നികളാണ്. നിങ്ങൾ കുറച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അവസാനം നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ BJP ആണെന്ന്. അന്നും നിഷ്കളങ്കമായ കാന്തപുരം ഉസ്താദ് പ്രതികരിച്ച് പുഞ്ചിരിയോടുകൂടെ ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല, ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. അന്ന് നിങ്ങൾ ആവർത്തിച്ചു പറഞ്ഞ കല്ലുവെച്ച നുണകളാകുന്ന ആരോപണങ്ങളിൽ ഏതാരോപണത്തിലാ കൂട്ടരെ നിങ്ങൾ ഉറച്ചു നിൽക്കുന്നത്? മറുപടി പറ. ഞങ്ങൾ കബറിലും നിങ്ങൾ മുങ്കർ നക്കീറുമല്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കേണ്ടതാണ്. പക്ഷേ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു, ഞങ്ങൾ രാഷ്ട്രീയക്കാരല്ല. ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഏതൊക്കെ ആരോപണങ്ങൾ. ഒരു കാലത്ത് കാന്തപുരം ഉസ്താദ് കട്ടു എന്ന് പറഞ്ഞവർ, കോടി ലക്ഷങ്ങൾ കട്ടു എന്ന് പറഞ്ഞവർ, ഞങ്ങൾ പറഞ്ഞു കാന്തപുരം ഉസ്താദ് കട്ടിട്ടില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു കാന്തപുരം ഉസ്താദ് കക്കുകയല്ല, കാന്തപുരം ഉസ്താദ് 1 കോടി കൊടുക്കുകയാണെന്ന്. ഇതുപോലെ ആരോപണങ്ങൾ നിന്നപ്പോ ഇനി നിങ്ങൾ ആലോചിച്ചു നോക്ക്, തിരുകേശ വിവാദം. ആ വിവാദം തുടങ്ങിയ അന്നു മുതൽ ഇന്ന് വരെ ഞങ്ങൾ നിന്നത് ഒരേ ഒരു സ്പോട്ടിലാണ്. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശമാണ്. ഞങ്ങൾ ആ വാദത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഞങ്ങളെ ഇഞ്ചിഞ്ചായി കൊലപ്പെടുത്താൻ നിങ്ങൾ 1000 ശക്തിയോടെ കടന്നു വന്നാലും അവസാനത്തെ റൂഹ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുകേശത്തെ തള്ളിപ്പറയാൻ ഞങ്ങൾ തയ്യാറാവുകയില്ല എന്ന് ഞങ്ങൾ ആവർത്തിച്ചോർമ്മപ്പെടുത്തുകയാണ്. പക്ഷേ നിങ്ങൾ എവിടെയുണ്ട്? നിങ്ങൾ എവിടെയുണ്ട്? ഉറച്ചെടുത്ത് നിന്നോ? നിങ്ങൾ പറഞ്ഞു അത് ബാർബർ ഷാപ്പിലെ മുടിയ. പിന്നെ നിങ്ങൾ പറഞ്ഞു, അന്ന് ഞങ്ങൾ പറഞ്ഞു അല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയ. പിന്നെ നിങ്ങൾ പറഞ്ഞു അത് അറബി പെണ്ണിന്റെ മുടിയ. ഞങ്ങൾ പറഞ്ഞു അല്ല മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയ. പിന്നെ നിങ്ങൾ പറഞ്ഞു അത് മുടിയെ തന്നെയല്ല, നാരാണ്. ഞങ്ങൾ പറഞ്ഞു അല്ല അത് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുടിയ. നിങ്ങൾ എവിടെ നിൽക്കുന്നു? ഓടിയുറച്ച ഒരു സ്റ്റേണായി ഒരു സ്പോട്ടിൽ നിന്നുകൊണ്ട് ചർച്ച ചെയ്യാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കാൽഡറിപ്പോവുകയാണ്. പക്ഷേ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നിങ്ങൾ ഓരോ ആരോപണം പറഞ്ഞപ്പോഴും SSFന്റെ മിഷനറികൾ നിർത്തിവെച്ച് നിങ്ങളുടെ പുറകെ കൂടുമെന്ന് കരുതിയോ? SSFന് ഒരു അജണ്ടയുണ്ട്. SSFന്റെ മുമ്പിലുള്ള പദ്ധതി ഈ രാജ്യത്ത് കലുഷിതമായ കലാലയമുറ്റങ്ങളാണ്. വളർന്നു വരുന്ന വിദ്യാർത്ഥി മദ്യപാനിയാകാൻ പാടില്ല, അവൻ അരാജകത്വവാദിയാകാൻ പാടില്ല, അവൻ ഈ രാജ്യത്ത് വളർന്നു വരുന്ന മാഫിയയുടെയും അതുപോലെ അരാജകത്വവാദികളുടെയും കൈകളിലകപ്പെടാൻ പാടില്ല. അരാഷ്ട്രീയവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അരാജകത്വവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, അധാർമികവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കലാലയമുറ്റങ്ങളിലേക്ക് ധാർമ്മികതയുടെ വെള്ളരിപ്രാവുകളായി 1000ങ്ങളെ പറത്തിവിടുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് എന്ത് പ്രകോപനമുണ്ടായാലും SSFകാരൻ മാറി ചിന്തിക്കുകയില്ല. നിങ്ങൾക്കറിയുമോ, SYSകാരൻ ഈ രാജ്യത്ത് മദ്യപാനം അധികരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, മദിരാക്ഷികൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ, അരാജകത്വങ്ങൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തിന്റെ കവലകൾ പരസ്പരം ചളിവേറിയെറിഞ്ഞ് വൃത്തികേടാക്കുന്ന പദ്ധതികളിലേക്ക് ഞങ്ങളുടെ മിഷനറികളെ മുഴുവനും കൊണ്ടുപോകാൻ ഞങ്ങൾ തയ്യാറാവുകയില്ല. പക്ഷേ ഒന്നുണ്ട്, തെരുവിൽ എവിടെയെങ്കിലുമൊക്കെ ചില ചാവേറുകൾ ഉണ്ടാകും. ആ ചാവേറുകൾ മതി അബാബീലിന്റെ ചരിത്രം ആവർത്തിക്കാൻ. ഇൻഷാ അല്ലാഹ് ആ ചാവേറുകൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ നോക്ക്, എത്ര നിങ്ങൾ ഇവിടെ വന്ന് പ്രസംഗിച്ചത്? എത്ര എണ്ണം? അതെന്താ 1 മണിക്കൂർ ഒന്നിന് മുഴുവൻ പൂർത്തിയാക്കാൻ കഴിയാത്തോണ്ടാ? പക്ഷേ നൗഷാദ് ഹുസൈൻ ഇവിടെ മണിക്കൂറുകൾ പൂർത്തിയാക്കി. നിങ്ങളെ എല്ലാത്തിനും ഒരു SBS-കാരൻ ഞങ്ങൾ സൗകര്യത്തിന് വേണ്ടി പറയണം, നിങ്ങളിലേക്ക് ചേർത്തി നോക്കിയാൽ ഞങ്ങൾ അവിടെ തന്നെ നിൽക്കും. ഞങ്ങൾ അജണ്ടകൾ നിങ്ങൾ അന്നൊക്കെ ആരോപണം കൊണ്ടുവന്നപ്പോൾ ഞങ്ങളുടെ പ്രസ്ഥാനത്തിന്റെ മിഷനറിയെ വൈകാരിക വഴികളിലേക്ക് ഞങ്ങൾ മാറ്റിവിട്ടിരുന്നുവെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, മർക്കസു സഖാഫത്തി സുന്നിയ ഇവിടെ നിർമ്മിക്കപ്പെടാൻ നമുക്ക് സാധിക്കുമായിരുന്നില്ല. അന്ന് നിങ്ങൾ ഞങ്ങളെ പ്രകോപിപ്പിച്ചപ്പോൾ ഞങ്ങളുടെ മിഷനറികൾ ഞങ്ങൾ വഴിമാറ്റിവിട്ടിരുന്നുവെങ്കിൽ മലപ്പുറത്തിന്റെ ഹൃദയത്തിൽ ഖലീൽ തങ്ങൾ പാപ്പയുടെ നേതൃത്വത്തിൽ പ്രജ്വലിച്ചു നിൽക്കുന്ന മാദിനു സഖാഫത്തുൽ ഇസ്ലാമിയെ നിർമ്മിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. കേരളത്തിലാകമാനം വളർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന നൂറുകണക്കായ വൈജ്ഞാനിക വിളക്കുമാടങ്ങൾ, പിന്നോക്കവൽക്കരിക്കപ്പെട്ട മുസ്ലിം സമുദായത്തിന്റെ ചരിത്രപരമായ മുന്നേറ്റത്തിന്റെ നല്ല നാൾവഴികളെ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഞങ്ങളുടെ നേതാക്കൾ ദീർഘദൃഷ്ടിയുള്ളവരാണ്, ഞങ്ങളുടെ നേതാക്കൾ നയനിലപാടുകളുള്ളവരാണ്, ഞങ്ങളുടെ സംഘടന ലക്ഷ്യബോധമുള്ള പ്രസ്ഥാനമാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ് ഈ രാജ്യത്ത് നിങ്ങൾ ആലോചിച്ചു നോക്ക്. ഇപ്പോ ഇവരാകെ ബോംബെയിൽ പോയത്
ജാലിയാവാലയിൽ നിന്ന് മുടി കൊണ്ടുവരാനാ. അതേ സമയത്ത് ഞങ്ങൾക്ക് മുടി ഇങ്ങോട്ട് വരല, ഞങ്ങൾ അങ്ങോട്ട് പോകലല്ല. അതേ സമയത്ത് മിനിഞ്ഞാന്നായി ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദ്, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, അദ്ദേഹം ബോംബെയിൽ പോയിട്ടുണ്ട്. അത് മുടി കൊണ്ടുവരാനല്ല, ഇന്ത്യ രാജ്യത്തെ ദേശീയ സംവിധാനത്തിലേക്ക് സുന്നി യുവജന സംഘത്തെ ശക്തിപ്പെടുത്താനാ കൂട്ടരെ. കൊണ്ടോട്ടിയുടെയും ചേളാരിയുടെയും മിട്ടാവട്ടത്തിൽ കിണറ്റിലെ തവളകളെ പോലെ ഞങ്ങളെ തളച്ചിടാമെന്ന് നിങ്ങൾ കരുതരുതേ. ഞങ്ങളെങ്കിലും ഉണർന്നിരിക്കട്ടെ, ഞങ്ങളെങ്കിലും ആലോചിച്ചിരിക്കട്ടെ, ഞങ്ങളെങ്കിലും ചിന്തിച്ചിരിക്കട്ടെ. ഈ സമുദായം രക്ഷപ്പെടാൻ, ഈ സമുദായം ചിന്താപരമായി വളർച്ച നേടാൻ ഞങ്ങളെയും ആ കിണറ്റിൽ തളച്ചിടാമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുതേ. നിങ്ങൾക്കറിയാമോ, SSFന്റെ സമുന്നതരായ ഞങ്ങളുടെ നേതാക്കൾ ഏതാനും കഴിഞ്ഞ ആഴ്ചകളിൽ ബോംബെയിലും ഡൽഹിയിലുമുണ്ട്. എന്തിനാണ്? കേരളത്തിന്റെ കലാലയമുറ്റങ്ങളിൽ പരീക്ഷിച്ച് വിജയം നേടിയ വിദ്യാർത്ഥി വിപ്ലവം, ആ ധാർമ്മിക വിദ്യാർത്ഥി വിപ്ലവം ദേശീയ തലത്തിൽ വ്യാപിപ്പിക്കാനുള്ള കർമ്മോത്സുകമായ നേതൃത്വമായി ഡൽഹിയുടെയും ബോംബെയുടെയും തെരുവുകളിലൂടെ ഞങ്ങളുടെ നേതാക്കൾ സഞ്ചരിക്കുകയാണ്. അതാണ് SSF, അതാണ് SYS എന്ന് ഇനിയും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഓർമ്മപ്പെടുത്തുന്നു, ഞങ്ങളിൽ ഗ്രൂപ്പ് തിരയുന്നവരോട്, പണ്ടത്ര ഞങ്ങളെ ഗ്രൂപ്പ് ഉണ്ടാക്കിയതാ ബഹുമാനപ്പെട്ട AP ഉസ്താദും പേരോട് ഉസ്താദും തമ്മിൽ കണ്ടാൽ മിണ്ടാറില്ല എന്ന് നിങ്ങൾ എഴുതിവിട്ടത് വായിച്ച് പുച്ഛിച്ച് തള്ളിയവരാ കൂട്ടരെ ഞങ്ങളെ. ബഹുമാനപ്പെട്ട പൊന്മൾ ഉസ്താദും AP ഉസ്താദും വേണ്ടതുപോലെ സുഖമില്ല എന്ന് എഴുതിവിട്ടത് പുച്ഛിച്ച് തള്ളിയവരാ ഞങ്ങളെ. നിങ്ങൾ എന്തു പറഞ്ഞാലും ഒരു ചെവിട്ടിലൂടെ കേട്ട് മറ്റേ ചെവിട്ടിലൂടെ വിടുക എന്നതുപോലും ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ സ്വീകാര്യമല്ല. കാരണം നിങ്ങളെ വാക്കും പഴയ കീറച്ചാക്കുമുറ പോലെയാണ്, അത് അണ്ണാച്ചിക്ക് പോലും ഇപ്പോൾ ആവശ്യമില്ല. അത് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയപ്പെട്ട സഹോദരന്മാരെ. പക്ഷേ ഒന്നുണ്ട്, ഇവിടെ റഹ്മത്തുള്ള കാസിമി പറഞ്ഞത് ഞാൻ ജീവിച്ചിരിക്കുന്നു എന്നറിയിക്കാൻ വേണ്ടി വന്നതാ. അതറിയിക്കേണ്ടത് SSFകാരെയല്ല, SYSകാരെയല്ല. ഞങ്ങൾക്ക് ഈ മൂത്തേടത്ത മുസ്ലിയാരി ജീവിച്ചാലും കണക്കാണ്, മരിച്ചാലും കണക്കാണ്. ഈ സമുദായത്തിന് റഹ്മത്തുള്ള മൂത്തേടം ജീവിച്ചാലും കണക്കാണ്, മരിച്ചാലും കണക്കാണ്. ചരിത്രത്തിലെ പുണ്യപുരുഷന്മാരെയാണ് സമുദായം ഉറ്റുനോക്കുന്നത്. വളരെ ഖേദകരമായി പറയട്ടെ, ഇവരെ വിഡ്ഢിത്തരം. എടവണ്ണപ്പാറ പള്ളിയിൽ ബഹുമാനപ്പെട്ട റഹ്മത്തുള്ള സഖാഫി, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ, അദ്ദേഹത്തിന്റെ ഉപ്പ ഈ അടുത്ത ദിവസം രോഗമായി കിടപ്പിലാണ്. അപ്പൊ അവിടെ പള്ളിയിൽ എന്ത് ചെയ്തു? റഹ്മത്തുള്ള സഖാഫിയുടെ ഉപ്പക്ക് വേണ്ടി ദ്വാരുന്നു. ഈ സാധു ഭയങ്കര സംഭവമാക്കി പറയാം. അല്ലെങ്കിൽ അയാൾക്കൊരു കോണുണ്ട്. എന്താണ്? സമൂഹത്തിന് മൊത്തം അയാൾ ഒന്നുമല്ല എന്ന് തോന്നിയാലും അയാൾക്ക് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് മൂപ്പർക്ക് തോന്നിയാണ്. അങ്ങനെ കോണുള്ള മനുഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ മരിച്ചു, അല്ലെ എനിക്ക് സുഖമില്ല എന്ന് ദ്വാരുന്നു അവിടുന്ന്. ഇനി സുഖമില്ലെങ്കിൽ തന്നെ ദ്വാരക്കണോന്ന് ഞങ്ങൾ 1000 വട്ടം ആലോചിക്കൂലേ? കേൾക്കുമ്പോ തന്നെ ദ്വാരക്കോ? അപ്പൊ ഇരിക്കട്ടെ സഹോദരന്മാരെ, അതുപോലെയുള്ള വിഡ്ഢിത്തങ്ങൾ. പക്ഷെ ഒന്നുണ്ട്, SKSSFന്റെ സംസ്ഥാന നേതാക്കളിൽ പ്രധാനിയായ SV മുഹമ്മദ് അലി മാസ്റ്റർ, SV മുഹമ്മദ് അലി മാസ്റ്റർ എത്ര കാലമായി റഹ്മത്തുള്ള കാസിമിക്ക് ഫോൺ ചെയ്തിട്ട്? SV മുഹമ്മദ് അലി സാഹിബ് ഫോൺ ചെയ്താൽ എത്ര വട്ടമാണ് റഹ്മത്തുള്ള അറ്റൻഡ് ചെയ്യാറുള്ളത്? ഇതൊക്കെ ഞങ്ങൾക്കറിയാം. പക്ഷേ നിങ്ങൾ ആലോചിച്ചു നോക്ക്, കോഴിക്കോട്ട് നിന്ന് ഇയാൾ പറഞ്ഞു APക്കാര് ചീത്ത പറഞ്ഞിട്ടാ ഞാൻ ഫോൺ എടുക്കാത്തത്. പക്ഷേ വേറൊരു SKSFന്റെ നേതാവ് പറയാം, അല്ല എനിക്ക് കടം തരാണ്ട്, അത് ചോദിച്ചിട്ട് എടുക്കായിട്ടാ ഫോൺ എടുക്കാത്തത്. അപ്പൊ അതിന്റെ പേരിൽ ഫോൺ എടുക്കാതെ ജനങ്ങളെ കബളിപ്പിക്കുന്ന കാസിമിക്ക് തന്റെ പ്രവർത്തകരുടെ മുമ്പിൽ രക്ഷപ്പെടാൻ ഒരു കാരണം വേണം. അതിന് കാന്തപുരത്തിന്റെ പുറം കയറുക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ദുഃഖമല്ലേ ഇത്? അതുകൊണ്ട് റഹ്മത്തുള്ള കാസിമി, താങ്കൾ ഞങ്ങളെ കൊണ്ട് പറയിപ്പിക്കരുത്. ഞങ്ങൾക്കറിയാം നിങ്ങൾ പാമ്പ് വേലായുധന്റെ കൂടുപോലെ. SKയുടെ യോഗം കൂടിയാൽ, SYSന്റെ യോഗം കൂടിയാൽ പാമ്പ് വേലായുധന്റെ കൂടുപോലെയാണ് അതിലുള്ളത്. കൂട് തുറന്നാൽ 4 എണ്ണം 40 വഴിക്കാണ് നീങ്ങാറുള്ളത് എന്ന് ഞങ്ങൾക്ക് അനുഭവത്തിലൂടെ ബോധ്യമുണ്ട്. പറയിപ്പിക്കരുത്. നിങ്ങൾ കാന്തപുരം ഉസ്താദിനെ ഒതുക്കാനാണ്, ഈ പ്രസ്ഥാനം നശിക്കാനാണ് ഈ പണിയെടുക്കുന്നതെങ്കിൽ ചട്ടിയും കുടുക്കയും അടുക്കളയിൽ വെച്ച് കിടന്നുറങ്ങിക്കോ എന്നാ പറയാനുള്ളത്. അപ്പരിപ്പ് ഇച്ചട്ടിയിൽ വേകൂലാന്ന് ഞങ്ങൾ ചരിത്രത്തിലൂടെ തെളിയിച്ചതാണ്. അത് ആവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദ്, താജുൽ ഉലമ MA ഉസ്താദ്, ചിത്താരി ഉസ്താദ്, സയ്യിദ് ഇബ്രാഹിം ഖലീലുൽ ബുഖാരി തങ്ങള്, മൗലാന പേരോട് ഉസ്താദ്, പൊന്മൾ അബ്ദുൽ ഖാദർ ഉസ്താദ്, ഇങ്ങനെയുള്ള ഞങ്ങളുടെ ആത്മീയ നേതാക്കൾ
അത് ഞങ്ങളുടെ സമുദായത്തിന്റെ നേതൃത്വമാണ്, ഞങ്ങളുടെ ആത്മീയ ഗുരുവര്യരാണ്, മഹോന്നതന്മാരായ ഞങ്ങളുടെ പണ്ഡിതവര്യരാണ്. ആ പണ്ഡിതവര്യരുടെ ആത്മാവിനെയോ ശരീരത്തെയോ പ്രബോധന പദ്ധതികളിലോ കൈവെക്കാൻ ഒരു മാടമ്പിയെയും ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് ആവർത്തിച്ചോർമ്മപ്പെടുത്തി അല്ലാഹു സുന്നത്തി ജമാഅത്തിന്റെ പ്രവർത്തനത്തിലൂടെ മുന്നോട്ട് പോകാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുവന്യരായ നഈം ഉസ്താദിന് വേണ്ടി വേദിയൊഴിഞ്ഞുകൊടുത്ത് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് وعلى آله وأصحابه الفائزين برضوان الله. الصلاة والسلام عليك يا سيدي يا رسول الله. خذ بيدي قلت حيلتي أدركني يا رسول الله. സർവാദരണീയരായ സാദാത്തുക്കളെ, ഉസ്താദുമാരെ, പ്രാസ്ഥാനിക നേതാക്കളെ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സമയം ഏറെ വൈകിട്ടുണ്ടെന്നറിയാം. ആനുകാലിക സാഹചര്യത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ച അവസരോചിതമായ വിശകലനങ്ങളും പ്രഭാഷണങ്ങളും നടന്നിട്ടുണ്ടെന്നുമറിയാം. ഇനി ദീർഘമായി ഒരു സംഭാഷണത്തിന്റെ വേദിയല്ല. പവിത്രമായ റമദാനിനെ സ്വാഗതം ചെയ്തുകൊണ്ട് വിശുദ്ധമായ ശഅബാനിൽ വിശ്വാസികൾ മനസ്സിനെയും കർമ്മങ്ങളെയും അല്ലാഹുവിന്റെ വഴിയിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുമ്പോൾ മനുഷ്യജീവിതത്തിൽ മാലിന്യം നിറയ്ക്കുന്ന സമീപനങ്ങളെ ഇല്ലായ്മ ചെയ്യുവാനും നല്ലതിന്റെ പ്രകാശരേണുക്കളെ അടയാളപ്പെടുത്താനും ചില സൂചനകൾ മാത്രം നൽകി അവസാനിപ്പിക്കുകയാണ്. സർവാദരണീയരായ പുണ്യപ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബിഹി വസല്ലമയുടെ പവിത്രമായ കേശത്തിന്റെ ബഹുമതി അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തലവാചകത്തിൽ തന്നെ കഴിഞ്ഞുകൂടുന്ന ആളുകളോട് പറഞ്ഞുകൊടുക്കേണ്ടി വരുന്ന വേദനാജനകമായ ദിനരാത്രങ്ങളിലാണ് നാം കടന്നു പോകുന്നത്. ഇവിടെ പ്രധാനമായും ചികിത്സ അർഹിക്കുന്നത് കേവലമായ ചില പരാമർശങ്ങളെയോ ക്ലിപ്തമായ ചില വ്യക്തികളെയോ അല്ല. ഇസ്ലാമിക ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എവിടെയാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിയാത്തതിന്റെ പരിമിതിയാണ് യഥാർത്ഥത്തിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശ മഹാത്മ്യങ്ങളെ കൂടുതലായി വിളിച്ചു പറയേണ്ട അവസരങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂചിപ്പിക്കുന്നു, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓരോ വിശ്വാസികളെയും അതുപോലെ ഓരോ മുഅ്മിനീങ്ങളെയും സംബന്ധിച്ചു നോക്കിയാൽ അവരുടെ ആത്മാവിന്റെ പിതാവാണ് ലോകൈക ഗുരുവായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രരായ പത്നിമാർ വിശ്വാസി ലോകത്തിന്റെ മാതാക്കളായി പരിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആത്മാവിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുകയും സ്വത്വത്തെയും സ്വന്തത്തെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പരിപൂർണമാവുക. ആ പരിപൂർണമായ ഈമാനിന്റെ വിധാനത്തിലൂടെ മുന്നോട്ട് പോകുന്ന ആളുകൾ മഹാന്മാരായ സ്വഹാബാ കിറാമിന്റെ സ്നേഹവഴിയിലൂടെയും താബിഈങ്ങളുടെ പ്രേമചരിത്രത്തിലൂടെയും
പിൻഗാമികളായ ഇസ്ലാമിക ആദർശത്തിന്റെ മഹാമേരുക്കളിൽ നിന്ന് ചരിത്രം പകർന്നെടുക്കുകയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹൃദയത്തിൽ ഏറ്റുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈമാനാവുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദീർഘമായി സംസാരിക്കേണ്ട ആവശ്യമില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങൾ എന്റെയും നിങ്ങളുടെയും ആത്മാവിന്റെ ഭാഗമാണെങ്കിൽ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതെന്ന് അറിയപ്പെട്ട വിശുദ്ധ കേശത്തെ ആദരിക്കണമോ വേണ്ടയോ എന്ന ചോദ്യത്തിനു തന്നെ പ്രസക്തിയില്ല. കാരണം എന്റെയും നിങ്ങളുടെയും എല്ലാം ജീവന്റെയും നമ്മുടെ ശരീരത്തിന്റെയും മുഴുവനും അർത്ഥം എവിടെയാണ്? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവനെന്ന് വിളിച്ചു പറയുകയും അത് ഉൾക്കൊള്ളുന്ന ഹൃദയം കൊണ്ട് നടക്കുകയും ചെയ്യുമ്പോഴാണ് നാം യഥാർത്ഥ വിശ്വാസിയായി മാറുക. അതുകൊണ്ടാണ് പവിത്രരായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രൗഢഗംഭീരമായ പ്രഖ്യാപനത്തിന്റെ പ്രോജ്വലമായ ധാരയിലേക്ക് എല്ലാം പണയം വെച്ചുകൊണ്ട് ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സ്വഹാബാ കിറാം ബദറിന്റെ താഴ്വരയിലേക്ക് കടന്നു വരുമ്പോ വിളിച്ചു പറഞ്ഞത്, ഞങ്ങളുടെ മുഴുവനും പരിശുദ്ധമായ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ സംരക്ഷണത്തിന് വേണ്ടിയാണ് കടന്നു വരുന്നത് എന്ന് പറയുന്നതിന് മുമ്പായി വിളിച്ചു പറയുന്നു, നഹ്നുല്ലദൂന ബായഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. അല്ലയോ ലോകൈക ഗുരുവായ പുണ്യപ്രവാചകരെ, ബദറിന്റെ തീജ്വാലകൾ ഉയരുന്ന താഴ്വരയിലേക്ക് വിശപ്പിന്റെയും പ്രതിസന്ധികളുടെയും വേദനയുടെയും വേപതുവിന്റെയും നോവിന്റെയും നൊമ്പരത്തിന്റെയും യാതനയുടെയും പ്രാതികൂല്യങ്ങളുടെയും പ്രതിസന്ധികളുടെയും മുഴുവൻ തടസ്സങ്ങളെയും മാറ്റിവെച്ചുകൊണ്ട് കടന്നു വരാനുള്ള കാരണം, അല്ലയോ പുണ്യപ്രവാചകരെ, ബദൻ മേ ഹെ ജാൻ തുമാരേ ലിയേ, അവിടത്തേക്ക് വേണ്ടിയാണ് ഞങ്ങളുടെ ശരീരങ്ങളിൽ ഇരിക്കുന്ന ജീവനെന്ന് വിളിച്ചു പറഞ്ഞ മഹാനരായ സ്വഹാബാ കിറാമിന്റെ പിൻഗാമികളായ ആളുകളുടെ മുമ്പിൽ ലോകൈക ഗുരുവായ പുണ്യപ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധപ്പെട്ട മുഴുവൻ വസ്തുവകകളെയും പ്രദേശങ്ങളെയും മുഴുവൻ പ്രമേയങ്ങളെയും സ്വീകരിക്കുകയും സ്നേഹിക്കുകയുമല്ലാതെ മറ്റൊരു പ്രത്യയശാസ്ത്രവുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാന്മാരായ സ്വഹാബാ കിറാമിന്റെ മുഴുവനും ജീവിതത്തിൽ നിന്ന് നാം പകർന്നെടുക്കുന്നത് അതാണ്. ഈ വിശുദ്ധമായ ശഅബാൻ മാസത്തിന്റെ പവിത്രതയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത്, ശഅബാനു ഷഹരി, ശഅബാൻ എന്റെ മാസമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലണം എന്ന് അല്ലാഹു തആല പ്രഖ്യാപിച്ചു തന്ന മാസം, ആ പ്രഖ്യാപനത്തിന് പ്രത്യേകമായ ഒരു പ്രായോഗികമായ പവിത്രതയുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിലൂടെ മനുഷ്യരെ സംബോധന ചെയ്തു, യാ അയ്യുഹന്നാസ്, മുസ്ലിമീങ്ങളെ സംബോധന ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ഓർമ്മപ്പെടുത്തി. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മേൽ സ്വലാത്ത് ചൊല്ലാൻ പറഞ്ഞപ്പോ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ നിഷ്കളങ്കമായ വിശ്വാസത്തിന്റെ ഉടമകളായ, ഈമാനിന്റെ ഉടമകളായ ആളുകളെ, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്തു ചൊല്ലുക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കപട വിശ്വാസികളുടെ ആശംസകളുടെ ആവശ്യമില്ല. വിശ്വാസം ശരിക്കും ദൃഢവൽക്കരിക്കപ്പെടാത്ത ആളുകളുടെ ആവശ്യമില്ല. അതേ സമയത്ത് പവിത്രമായ പ്രേമത്തിന്റെ മനോഹരമായ വഴിയിലൂടെ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലെ രാജാവ്, ആഖായ നാംദാർ, താജ്ദാറെ മദീന, സർവറെ ആലം മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കുന്നവർക്ക് മാത്രമാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം പറയാനുള്ളത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ നാമം അതുപോലും ആദരവോടുകൂടിയല്ലാതെ പറയാൻ വിശ്വാസി ലോകത്തിന് സാധിക്കുമായിരുന്നില്ല. ഏകദേശം 220ഓളം മഹാന്മാരെ നാം കാണുകയാണ്. വിശാലമായി കടന്നു പോകാനുള്ള സമയമില്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പവിത്രമായ നാമം അവരുടെ അധരങ്ങളിൽ നിന്ന് ആദരവോടെ ചൊല്ലിപ്പറയുമ്പോ 220ഓളം ആളുകൾ എന്ന് പറഞ്ഞാൽ ക്ലിപ്തമായ ഒരു കണക്കല്ല.
ലക്ഷോപലക്ഷം വരുന്ന വിശ്വാസി മാനസങ്ങളിൽ അനുരാഗത്തിന്റെ അലമാലകൾ കൊണ്ട് മാനവികതയെ മുഴുവനും മദീനയുടെ മലർവാടിയിലേക്ക് മാടി വിളിച്ച ലോകത്തിന്റെ നേതാവ് അനുരാഗത്തിന്റെ ആത്മബന്ധങ്ങളെ മുഴുവനും ആകാശമല്ല ലോകമാകമാനം കീഴടക്കുമ്പോഴും ഞങ്ങളുടെ അധരങ്ങളിൽ നിന്ന് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്നത് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്, പ്രണയമാണെന്ന് വിളിച്ചു പറയുമ്പോ മഹാന്മാരുടെ അധരങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് വരുമ്പോ അവരുടെ ശരീരം മുഴുവനും വിറങ്ങലിക്കുകയാണ്. അല്ലെങ്കിൽ അവർക്ക് അവരുടെ വാക്കുകൾ പുറത്തേക്ക് വരാതിരിക്കുകയാണ്. ഒന്നുമല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ അവരുടെ ഭാവങ്ങൾ മുഴുവനും മാറുകയാണ്. കാരണം അവരുടെ ഹൃത്തടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടായിരുന്നു. പ്രിയപ്പെട്ട വിശ്വാസികളെ, നീട്ടി പറയുവാനോ വിശാലമായ ഒരു വിഷയത്തിലേക്ക് കടക്കുവാനോ ഈ വൈകിയ വേള ഞാൻ ഉപയോഗപ്പെടുത്തുന്നില്ല. ഒറ്റ കാര്യമേ എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം കേവലമായ ഒരു അവകാശവാദമായി ഉയർത്തേണ്ടതല്ല. യഥാർത്ഥത്തിൽ പ്രേമമുള്ളവർക്ക് മാത്രമേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആധാറുകളെ ആദരിക്കാൻ കഴിയൂ. അല്ലാത്ത ആളുകൾക്ക് കേവലമായ വാചക കസർത്തുകൾ നടത്തുകയല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് ചേരാൻ കഴിയില്ല. കാരണം മഹാന്മാരായ ഇമാമിയങ്ങൾ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ ദർശിച്ചവരാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ 4 മദ്ഹബിന്റെ ഇമാമുകളും 4 ഖലീഫമാരും അതുപോലെ അഖ്താബുകളും തുടങ്ങിയിട്ട് ഓരോരുത്തരെയും എണ്ണിയാൽ 6 ഹദീസിന്റെ പണ്ഡിതന്മാരുടെയും ചരിത്രം പഠിച്ചു നോക്കിയാൽ ഒരു വേളയല്ലെങ്കിൽ മറ്റൊരു വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഹൃദ്യമായ ബന്ധത്തിന്റെയും സ്വകാര്യമായ സംഭാഷണത്തിന്റെയും ചേതോഹരമായ രംഗങ്ങൾ വായിക്കാൻ കഴിയും. അങ്ങനെയല്ലാതെ ഒരു ഇമാമുമില്ല. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പറ്റൂല എന്ന് പറഞ്ഞ ഒരൊറ്റ വ്യക്തിയെ ചരിത്രത്തിൽ ഉണ്ടാവുകയുള്ളൂ ഇസ്ലാമിന്റെ പേരിൽ. അതാരാണെന്ന് ചോദിച്ചാൽ ഇബ്നു തൈമിയ്യ മാത്രമാണെന്ന് ഫത്താവ നമ്മോട് സംസാരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജീവനേക്കാൾ സ്നേഹിക്കുകയും അവരുടെ മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ പണയം വെക്കുകയും ചെയ്ത് അവസാന ലോക ഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കണ്ടുകൊണ്ട് മരിക്കണമെന്ന് ആശിച്ചവരാണ് വിശ്വാസി കോടികൾ മുഴുവനും. കഹാ ജാതാ ഹൈ രഹ്തേ ഹൈ ദൂല ഫഖത് മദീനെ മേ ഗലത് ഹൈ രഹ്തേ ഹൈ വോ ആശിഖോं के सीने में. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിക്കുന്നത് കേവലം മദീനയിലല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം ലോകത്തുള്ള വിശ്വാസികളുടെ ഹൃത്തടങ്ങളിലാണ്. ആ വിശ്വാസി ലോകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ നിന്ന് അടിച്ചു വരുന്ന കാറ്റിനോട് പ്രണയം പറയുകയാണ്. മദീനയിലേക്ക് കടന്നു പോകുന്ന കാറ്റിനോട് ചുംബനം കൊടുക്കുകയാണ്. ഇന്നിൽ തിയാരി ഹസ്സബാ യൗമൻ ഇലാ അർളിൽ ഹറം ബല്ലിഗ് സലാമി റൗളതൻ ഫീഹൻ നബിയുൽ മുഹ്തറം. ഈ കേരളത്തിന്റെ മണ്ണിൽ നിന്ന് അടിച്ചു വീശുന്ന കൊച്ചു കുഞ്ഞിളം കാറ്റ് പവിത്രമായ മദീനയുടെ മലർവനിയിലൂടെ ലോക ഗുരുവായ പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഗുംബദേ ഖസറായിനെ തഴുകിത്തലോടിക്കൊണ്ട് അതിന്റെ ഉള്ളിൽ ഉമ്മ വെച്ചുറങ്ങുന്ന എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിന്റെ മുഴുവനും എല്ലാമെല്ലാമായ അനുരാഗത്തിന്റെ ആത്മബന്ധത്തിന്റെ സമവാക്യമായ മഹിതമൂല്യങ്ങളുടെ സമീക്ഷയായ പ്രപഞ്ചങ്ങളുടെ സാകല്യമായ ലോകമേധാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിലേക്ക് പോയാൽ ബല്ലിഗ് സലാമി, ആ മദീനയിൽ കിടക്കുന്ന നേതാവിന്റെ മുമ്പിൽ എന്റെ സലാം എത്തിച്ചു കൊടുക്കണം. ഞാനിവിടെ മലയാളത്തിന്റെ മണ്ണിൽ ഒരു മുക്കിലിരുന്നു കൊണ്ട് സ്വലാത്ത് ചെല്ലുന്നയാളാ. പക്ഷേ എന്റെ കൽബ് മുഴുവനും എങ്ങോട്ടാണ്? ഖിബ്ലത്തു ഖൽബിൽ മുഅ്മിനീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളും ഇടിക്കുമ്പോ അള്ളാഹുവിന്റെ വിചാരങ്ങളാണ് വരേണ്ടതെങ്കിൽ പ്രണയപൂർവ്വം ഒരു സൃഷ്ടി നേതാവിന്റെ ചുംബനം കൊടുക്കാൻ നമ്മുടെ ആദരങ്ങൾ ചലിക്കേണ്ടതുണ്ട്. ആ നേതാവിന്റെ പേരെന്താ? മുഹമ്മദുർ റസൂലുള്ളാഹ്.
കണ്ടില്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ തിരുകേശം എടുത്തു വെച്ചുകൊണ്ട് ചുംബനം കൊടുക്കുന്നതാരാ? ഏതെങ്കിലും ഒരാളല്ല. മദീനയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ 10 കൊല്ലം സേവനം ചെയ്ത ഇഷ്ടപ്പെട്ട കൂട്ടുകാരനായ, ഒരിക്കൽ പോലും എന്താ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കേണ്ടി വരാത്ത വിധം സേവനം ചെയ്ത അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് കൂടെ നടന്ന സന്തത സഹചാരിയായ, നിഴല് പോലെ പിന്തുടർന്ന സ്നേഹ സാമ്രാജ്യങ്ങളുടെ സാകല്യമായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലയോ ലോകത്തിന്റെ നേതാവായ ഹബീബേ, കാരണം എന്താ? എന്റെ ജീവൻ മുഴുവനും റസൂലുള്ളാഹിക്കാണ്. ബദൻ മേ ഹെ ജാൻ തുമാരേ ലിയേ, ചമൻ മേ സമൻ, സമൻ മേ ബപൻ, ബപൻ മേ ദുലൻ തുമാരേ ലിയേ. പൂന്തോട്ടത്തിലുള്ള ചെടികളാർക്ക് വേണ്ടിയാണ്? ചെടികളിൽ ഉയർന്നു നിൽക്കുന്ന പുഷ്പങ്ങളാർക്ക് വേണ്ടിയാണ്? പുഷ്പങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന മധുവാർക്ക് വേണ്ടിയാണ്? യാ റസൂലല്ലാഹ് തുമാരേ ലിയേ, അവിടുത്തെ സന്നിധാനത്തിലേക്കുള്ള സമർപ്പണമാണ്. ആകാശത്തെ പറവകളുടെ രാഗങ്ങൾ മദീനയുടെ വീണയാണ്. ഭൂമിയിലൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമ്പുകളുടെ ചലനങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന്റെ പവിത്രമായ പാദം കൊണ്ട് അനുഗ്രഹീതമായ ഭൂമിക്കുള്ള സേവയാണ്. ആകാശത്തിന്റെ മുതുക വളഞ്ഞത് റസൂലുള്ളാഹിനെ ആദരിച്ചിട്ടാണ്. ഭൂമി അവിടുന്ന് വിറങ്ങലിച്ചു പോയത് ഹബീബിനെ ആദരിച്ചിട്ടാണ്. പർവ്വതങ്ങൾ ഇളകാൻ ശ്രമിച്ചത് അല്ലാഹുവിന്റെ റസൂലിന്റെ പവിത്രത അറിഞ്ഞുകൊണ്ടാണ്. അങ്ങനെ മഹിതമൂല്യങ്ങളുടെ മഹാപ്രപഞ്ചത്തിലെ അക്ഷയഖനികളുടെ ഉദാഹരിക്കപ്പെടാൻ പറ്റാത്ത പ്രവൃത്തികളുടെ മുഴുവനും പ്രസിദ്ധിയായ എന്റെയും നിങ്ങളുടെയും കൽബിന്റെ ഉള്ളിലും ഇടിക്കുന്ന പ്രണയത്തിന്റെ തുടിക്കുന്ന വികാരമായ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ കേശമെടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് അനസ് ബിൻ മാലിക് തങ്ങൾ പറയുകയാ, ഇതെന്റെ ഹബീബിനെ ഓർമ്മിപ്പിക്കുന്ന ശകലമാണ്. ഇതെനിക്ക് വിട്ടുപിരിയാൻ പറ്റൂല. എന്റെ ജീവിതമാകട്ടെ, എന്റെ മരണമാകട്ടെ, ഇധർമ്മേ ഉധർമ്മേ, ഇവിടെയും അവിടെയും എല്ലായിടത്തും എനിക്കെന്റെ പ്രണയത്തിന്റെ സാകല്യമാണ്. അതുകൊണ്ട് ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ഹബീബിന്റെ വിശുദ്ധ കേശം എന്റെ നാവിന്റെ അടിയിൽ വെക്കണേ. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം തബറാനി ഉദ്ധരിക്കുന്നു, സ്വകാര്യ സംഭാഷണങ്ങളുടെ പവിത്രമായ അധ്യായങ്ങൾ എടുത്ത് പറയുമ്പോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇവിടെ ഒരു പ്രതിഷ്ഠയും വെക്കാത്തത് എന്തുകൊണ്ടാണ്? ഹബീബിനെ വെക്കാൻ പറ്റുന്ന ആൾത്താരകളില്ല, ഹബീബിനെ പ്രതിഷ്ഠിക്കാൻ പറ്റുന്ന വസ്തുക്കളില്ല. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ന പ്രപഞ്ചാധികാരിയുടെ പദവി കഴിഞ്ഞാൽ തൊട്ട് താഴെയുള്ള പദവി ഏതാണ്? റസൂലുള്ളാഹിന്റെ പദവിയാണ്. ഹബീബിന്റെ മേലെ ഒരു സൃഷ്ടിയുമില്ല, അല്ലാഹു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ബിംബങ്ങൾക്ക് വഴങ്ങാത്ത, ചിത്രങ്ങൾക്കൊതുങ്ങാത്ത, പ്രതിഷ്ഠകൾക്ക് വിധേയമാകാത്ത, ജീവിക്കുന്ന ഹൃദയങ്ങളിൽ വിശ്വാസിയുടെ ഹൃത്തടങ്ങളിൽ അധിവസിക്കുന്ന സ്നേഹത്തിന്റെ മുഴുവനും ആകത്തുകയായ റഹ്മത്തുൽ ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ സ്വഹാബത്ത് ഹൃദയത്തിലേറ്റി നടക്കുമ്പോ ആ റസൂലുള്ളാഹിന്റെ തിരുകേശം വെക്കേണ്ടത് എവിടെയാ? അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ കേന്ദ്രങ്ങൾ ഗരിമയോടെ നിൽക്കണമെന്ന് വിശ്വാസി ചിന്തിക്കേണ്ടതാണ്. ലോകമാകമാനം അപകടം സൃഷ്ടിക്കാൻ അമേരിക്കയുടെ അധ്യക്ഷതയിലുള്ള സീക്രട്ട് സൊസൈറ്റി ഇസ്രയേലിന്റെ ചാനലിലൂടെ ലോകരാഷ്ട്രങ്ങളെ മുഴുവനും ആന്റി ഇസ്ലാമിക് മൂവ്മെന്റിലേക്ക് കൊണ്ടുവരുമ്പോ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് റിലിജിയൻ ഇൻ US എന്ന് പറഞ്ഞുകൊണ്ട് ഹിലാരി ക്ലിന്റൺ പരിശുദ്ധമായ ഇസ്ലാമിനെ വിളിച്ചു പറയുന്ന ഈ യുഗത്തിൽ അമേരിക്കയിലെ മിനാരങ്ങളെ പാടില്ല എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടക്കുമ്പോ
യൂറോപ്പിൽ മിനാരങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ക്യാമ്പയിൻ നടക്കുമ്പോ, മുഖം മറച്ച മുസ്ലിം പെണ്ണ് തെരുവിലിറങ്ങാൻ പാടില്ല എന്ന് വിളിച്ചു പറയുമ്പോ, പള്ളിയുടെ മിനാരങ്ങളിൽ നിന്ന് വാങ്കുലി മുഴങ്ങാൻ പാടില്ല എന്ന് പടിഞ്ഞാറ് ചലച്ചുകൊണ്ടിരിക്കുമ്പോ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശം ആദരിക്കണ്ട എന്ന് പറയുന്നതാരാ? അവരുടെ ആരുടെയോ അച്ചാരം മേടിച്ചവർക്കല്ലാതെ സാധ്യമല്ല. അല്ലാഹുവിന് വേണ്ടി ആരാധിക്കാനുള്ള വിശുദ്ധ ഗേഹം ഗരിമയോടെ ഉയർന്നു നിൽക്കണമെന്നൊരു വിശ്വാസിയുടെ അഭിലാഷമാണ്. നമ്മുടെ പള്ളികൾക്ക് പ്രൗഢിയുണ്ടാകണം, അത് വിശ്വാസികളുടെ ഇജ്ജത്തിന്റെ പ്രതീകമായി മാറണം. നമ്മുടെ നേതാവ് ലോക ഗുരുവായ പുണ്യപ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മുടെ ഹൃദയത്തിന്റെ തേരിൽ ഒരു നിത്യജീവനായി നിലനിൽക്കണം. ഇതാശിക്കാത്ത വിശ്വാസി ഉണ്ടാവില്ല. അതുകൊണ്ട് ചരിത്രത്തിൽ യഥാർത്ഥത്തിൽ നിങ്ങളാരും വിമർശകന്മാരും അടുപടി അർഹിക്കുന്നില്ല. തെറ്റിദ്ധാരണകൾ തിരുത്തപ്പെടാൻ വേണ്ടി മാത്രമുള്ള വിശകലനങ്ങളാണ്. ഞങ്ങളിപ്പോഴും പ്രണയത്തിന്റെ തീർത്ഥമുയർത്തുകയാണ്. മദീനയിലെ നേതാവിന്റെ സമക്ഷത്തിലേക്ക് ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ് സഹോദരാ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ ഉള്ളിലെ രാജാവ് ആ ഹബീബായ റസൂലുള്ളാഹിനെ പ്രണയിക്കുന്നവരുടെ ഒരു ബാധ്യതയാണ്. അള്ളാന്റെ ഹബീബിനെതിരെ എന്തെങ്കിലും ആരോപണം വന്നാ തടുക്കണം. അതിന് 100-ൽ പരം ഉദാഹരണങ്ങളുണ്ട്. എന്റെ പല പ്രസംഗങ്ങളിലും ഞാൻ ഉദ്ധരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്തുയർത്തിയ വിമർശനങ്ങൾ, അതിന് മറുപടി പറഞ്ഞവർ, അതിന് മറുപടി പറഞ്ഞ ശൈലികൾ, പിൽക്കാലത്ത് വന്ന വിമർശനങ്ങൾ, അതിന് മറുപടി പറഞ്ഞവർ, ഗ്രന്ഥമെഴുതിയവർ, അതുപോലെ പ്രസംഗം നടത്തിയവർ, അതിൽ പറഞ്ഞ പ്രമേയങ്ങൾ, തെളിവുകൾ. ഇന്ത്യ മഹാരാജ്യത്ത് മാത്രം എന്റെ അന്വേഷണത്തിൽ ഇന്ത്യയിൽ നിന്നുയർന്നു വന്ന വിമർശനങ്ങൾ ഇസ്ലാമിന്റെ ഉള്ളിൽ നിന്നും ഇസ്ലാമിന്റെ പുറത്തു നിന്നുമായി 40ഓളം വിമർശനങ്ങൾ നോട്ട് ചെയ്യാൻ കഴിയുന്നുണ്ട്. ഒന്ന് സെയ്ദ് റളിയല്ലാഹു അൻഹു ആകുന്ന പ്രിയപ്പെട്ട വളർത്തുമകനെ മകനാണെന്ന് ആരോപിച്ചിട്ട് ഭാര്യയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂട്ടിയെടുക്കാൻ ശ്രമിച്ചു എന്ന ആരോപണം ഉത്തരേന്ത്യയിൽ വന്നു. യാ റസൂലല്ലാഹ് എന്ന് വിളിച്ചുകൂടാന്ന് ഇന്ത്യയിലെ ബിദ്അത്തുകാരെ വിളിച്ചു പറഞ്ഞു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് കേൾക്കുമ്പോ, പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഉയർന്നു കേൾക്കുമ്പോ അതിനെ സ്നേഹിച്ചുകൊണ്ട് വിരൽ ചുംബിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. വിശദമായി ഞാൻ കടക്കുന്നില്ല. അതിനെല്ലാം മറുപടി എഴുതിയ ഒരുപാട് ഇമാമിയങ്ങളുണ്ട്, മഹാന്മാരായ രചയിതാക്കളുണ്ട്. എന്റെ പ്രസംഗങ്ങളിൽ അതിന്റെ പേരും ഗ്രന്ഥവും എല്ലാം വിശദീകരിച്ചിട്ടുണ്ട്. എന്നാൽ അതിന്റെ തുടർച്ചയായി ലോകൈക ഗുരുവായ പുണ്യപ്രവാചകരുടെ വിശുദ്ധ കേശത്തിനെതിരെ ആരോപണത്തിന്റെ നൂലാമാലകളുമായി ഹതഭാഗ്യന്മാരായ ആളുകൾ വരുമ്പോ വിശ്വാസികളെ തോൽപ്പിക്കേണ്ട രംഗം എവിടെയാണ്? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കണം. ഹബീബിന്റെ സ്വലാത്ത് ഇവിടെ ഉയർത്തണം. അള്ളാഹുവിന്റെ ഹബീബിന്റെ പ്രകീർത്തനങ്ങളെ ഏറ്റുവാങ്ങണം. ജീവിക്കുന്ന പ്രവാചക പ്രേമികളായി മാറണം. വാദിക്കുന്ന പ്രവാചക പ്രേമികളല്ല നമ്മൾ. നമ്മുടെ മുൻഗാമികൾ പാതിരാത്രി മുഴുവനും ആരാധന ചെയ്തവരാ. ബഹുമാനപ്പെട്ട ഇമാമിങ്ങളുടെ ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ അവരെല്ലാവരും അള്ളാഹുവിന് വേണ്ടിയെല്ലാം സമർപ്പിച്ചിട്ട് പാതിരാത്രി മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആരാധന ചെയ്ത എത്രയോ മഹാന്മാരാണ്. താബിഈങ്ങളിൽപ്പെട്ട ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഗാലിബാരാണ്. താബിഈങ്ങളുടെ ലോകപ്രസിദ്ധനായ പണ്ഡിതനാണ്. പകലന്തിയോളം പരിജ്ഞാനത്തിന്റെ പറുദീസയിൽ വിജ്ഞാനത്തിന്റെ വിസരണമാണ്. പാതിരാത്രിയായാൽ പടച്ചവന്റെ മുമ്പിൽ വിനീത വിധേയനായി ആരാധനയിലാണ്. ആ ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിൽ ഗാലിബ് റളിയല്ലാഹു അൻഹു അവിടുത്തെ പവിത്രമായ ആരാധന കഴിയുമ്പോ ഹിജറ 83-ൽ വഫാത്താകുന്ന മഹാനാണ്. അതാ മഹാനവറുകളെ കണ്ടില്ലയോ? പവിത്രമായ ആരാധനയുടെ പരിശുദ്ധമായ വഴിയിലൂടെ വിജയത്തിന്റെ വിഹായുസിലേക്ക് വിമലീകരിക്കപ്പെടുന്ന സാഹചര്യങ്ങളോട് സമരസപ്പെട്ടുകൊണ്ട് പോകുമ്പോ
മഹാനവറുകളെ ഖബറടക്കി കഴിയുമ്പോ ഖബറിന്റെ ഉള്ളിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധമാണ്. കസ്തൂരിയുടെ ഗന്ധം അനുഭവിച്ചുകൊണ്ട് വിശ്വാസി ലോകം മുഴുവനും അങ്ങോട്ടടുക്കുകയാ. താബഈങ്ങളുടെ കാലത്താണെന്ന് ചരിത്രം മറന്നു പോകരുത്. എല്ലാവരുടെയും അനുരാഗത്തിന്റെ അലമാലകളും സ്നേഹസ്പർശത്തിന്റെ സഹജഭാവങ്ങളും അതുപോലെ ഹൃദയ സാന്നിധ്യത്തിന്റെ വജ്രബിന്ദുക്കളും എല്ലാം പരിശുദ്ധരായ ഇമാമീങ്ങളുടെ സാഹചര്യത്തിലേക്ക് വരുമ്പോ മഹാനവറുകളുടെ ഖബറിടത്തിൽ നിന്ന് കസ്തൂരിയുടെ ഗന്ധം അനുഭവിക്കുന്നത് ലോകഗുരുവായ പുണ്യ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള പ്രണയമാണ്. കാരണം അവര് കിട്ടിയ മുടി തെരുവിൽ കൊണ്ട് നടന്ന് കത്തിക്കുമെന്നോ അതിനെ അധിക്ഷേപിക്കുമെന്നോ വിളിച്ചു പറഞ്ഞവരല്ല. ആദരിക്കേണ്ടതിനെ ആദരിച്ചവർ, സ്വീകരിക്കേണ്ടതിനെ സ്വീകരിച്ചവർ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്ര ശിരസ്കരായി കിടന്നവർ. അതാ അറിയുമോ, ഇന്നു ചില ആളുകൾ നമ്മുടെ പള്ളിയുടെ വണ്ണവും നമ്മുടെ പ്രമേയത്തിന്റെ വ്യാപ്തിയും കാണുമ്പോ വിരളി പിടിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് തൽക്കാലം കടക്കുന്നില്ല. എന്റെ കയ്യിലുള്ളത് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ സഞ്ചാരക്കുറിപ്പാണ്. ശഅബാൻ 15 മുസ്ലിം ലോകം എങ്ങനെ സ്വീകരിച്ചു എന്ന്, റജബ് 27 മുസ്ലിം ലോകം എങ്ങനെ സ്വീകരിച്ചു എന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസത്തിൽ മക്കയിൽ എന്ത് ആഘോഷം നടന്നുവെന്ന്, തൻഈം പള്ളിയുടെ ചാരത്ത് ഹബീബിരുന്ന കല്ലിന്റെ അടുക്കലേക്ക് ഗർഭിണികളായ സ്ത്രീകൾ സുഖപ്രസവത്തിന് ബറക്കത്തെടുക്കാൻ വന്നെന്ന്. അതുമാത്രമല്ല, ഡമാസ്കസിലെ ഒരു പള്ളിയുടെ ചാരത്തുകൂടെ 6-ാം നൂറ്റാണ്ടിലെ പണ്ഡിതനായ അല്ലെങ്കിൽ 614 വഫാത്തായ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു കടന്നു പോകുമ്പോ അതാ അവിടെ കാണുന്ന പള്ളി ആ കാലഘട്ടത്തിലെ 1,12,00,000 രൂപ വിലക്ക് പണിഞ്ഞ പള്ളിയാണ്. ആ പള്ളിയുടെ പ്രത്യേകതകൾ ഒരുപാടുണ്ട്. ഇവിടെ ഷെയ്ഖ് മുബാറക് പള്ളി കാണിച്ചതിനേക്കാൾ അലങ്കൃതമായ പള്ളി അതിന്റെ ഉള്ളിൽ പവിത്രമായി സൂക്ഷിച്ചിരിക്കുന്നു. വായിച്ചു പറയാനുള്ള സാവധാനമില്ല. ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കൊടുത്തുവിട്ട പവിത്രമായ മുസ്ഹഫ് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന പള്ളി എവിടെയാണ്? ഡമാസ്കസിലെ പള്ളിയുടെ പ്രത്യേകമായ ഖജനാവിൽ വെച്ചിരിക്കുമ്പോ ഇതുപോലെ ആധാരകൾ മുഴുവനും അവിടെ എല്ലാം ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നുണ്ട്, മുൻഗാമികളിൽ നിന്ന് കേട്ടുവന്നു എന്നല്ലാതെ കൃത്യമായ വ്യക്തിപരമ്പര സൂക്ഷിച്ചിട്ടില്ല എന്ന് എടുത്തു പറഞ്ഞതായി ഗ്രന്ഥത്തിൽ കാണാം. അത്രയും കൃത്യമായി ആധാറുകളെ ആദരിച്ചുകൊണ്ട് മഹാന്മാരായ മുൻഗാമികൾ നിന്നപ്പോൾ മുഅ്മിനീങ്ങളെ, റമദാനിന്റെ നല്ല രാവുകളാണ് കടന്നു വരുന്നത്. ശഅബാനിതാ നമ്മോട് വിട പറയാൻ എടുക്കുകയാണ്. ലോക നേതാവായ സയ്യിദുൽ ആബിദീൻ വറഈസുസ് സാഹിദീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ച വഴിയിലൂടെ മുന്നോട്ട് പോയി ആരാധനയുടെ ഇരപകലുകൾ അലങ്കൃതമായി ആത്മീയതയുടെ പവിത്ര സ്പർശത്തോടെ അള്ളാഹുവിലേക്ക് പ്രീതി നേടുവാൻ എല്ലാത്തിലും ഉപരിയായി മരിക്കുന്നതിന് മുമ്പ് ഷെയ്ഖ് മുബാറക്കിന്റെ പേരിൽ പ്രണയിച്ചവർ, അതിന്റെ ആദരണീയമായ സാഹചര്യങ്ങൾ ഏറ്റെടുത്തവർ ഒരു തവണയെങ്കിലും ഹബീബിനെ കണ്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണം റഹ്മാനേ. നീട്ടിപ്പറയേണ്ട സാഹചര്യമല്ല, കൂടുതൽ പറയാനുള്ള സമയവും അനുവദിക്കുന്നില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് പോയ മഹാന്മാർ അവരെല്ലാവരും ചോദിച്ചു, യാ റസൂലല്ലാഹ് വമതാ ഉകഹിലു മിൻ സറാക ജുഫൂനി വമതാ അഫൂസു ബിനദറത്തിൻ യാ സയ്യിദി. എപ്പോഴാണ് നബിയെ അവിടുത്തെ പവിത്ര മുഖം കണ്ടൊന്ന് അലങ്കൃതനാവുക? എപ്പോഴാണ് മദീനയിലെ മണ്ണെടുത്തൊന്ന് കണ്ണിൽ സുറുമയിടുക? അതാ ഒരൊറ്റ സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹത്തായ വേദി നമ്മൾ പിരിയുകയാണ്.
നീട്ടി പറയുന്നില്ല. മഹാന്മാരായ ആളുകൾ മുഴുവനും ഹബീബിനെ കണ്ടുപോയി. ഉമർ ബിൻ മുബാറക് അൽ ജഅഫി റളിയല്ലാഹു അൻഹു ആണ് അൽ ആലിമുസ് സാലിഹുൽ വാഇലുൽ മശ്ഹൂർ, പ്രസിദ്ധനായ പണ്ഡിതൻ, ആത്മീയ വഴിയിൽ ജീവിക്കുന്നയാൾ. മഹാനവറുകളുടെ ഒരുപാട് കറാമാത്തുകൾ ഇമാമിയങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. മഹാനവറുകൾ ഹജ്ജിന്റെ വേളയിൽ പോയി വസാറൽ മുസ്തഫ വമദഹഹു വസാഹിബൈഹി ബിഖസീദത്തിൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ട് മദീനയിൽ നിന്നു. ഒരു 2 മിനിറ്റ് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ നിൽക്കുമോ? ഞാനിത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ദിഖാതു ഖൽബിൽ മർഇ ഖായിലത്തുൽ ലഹു ഇന്നൽ ഹയാത ദഖായിഖു വസവാനി. ഈ ജീവിതം താൽക്കാലികമാണ്. നമ്മുടെ നിമിഷങ്ങൾ ഖബറിലേക്കുള്ള പ്രയാണ വഴികളാണ്. നമ്മുടെ ജീവിതം പാരത്രികതയമാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചിലത് നല്ലത് സാധിച്ചെടുക്കേണ്ട ജീവിതം, വിജയത്തിന്റെ വഴിയിലൂടെ സ്വർഗത്തിന്റെ സോപാനത്തിലേക്ക് കടന്നു പോകാനുള്ളവർ, ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വീകരിക്കേണ്ടവർ, പ്രിയപ്പെട്ട SSFകാരെ, SYSകാരെ, സുന്നത്ത് ജമാഅത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവരെ, നാം ജനിച്ചതു മുതൽ കേട്ട് ആദരിക്കുന്ന ലോക ഗുരുവിനെ ഒരു തവണയെങ്കിലും രാത്രിയൊന്ന് സല്ലാപം നടത്തേണ്ടയോ? മദീനയിലെ രാജാവ് ഇന്നല്ലെങ്കിൽ നാളെ എന്നെ ഒന്ന് സ്വീകരിക്കേണ്ടയോ? അജ്നഹി തോക്കൽ ഹം മദീനെ ചൽ, ഇന്നല്ലെങ്കിൽ നാളെ മദീനയിലെത്തണം. ആജ്നഹി തോക്കൽ ഹമേ, ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ തശ്രീഫ് ലായെങ്കെ ദിൽ ഭടക്തി രഹി ജൽ ചമക്തി രഹി, ഹൃദയവും അനന്തതകളും അന്ധസാരങ്ങളും മിടിക്കുകയാണ് മദീനയിലേക്കൊന്നെത്താൻ. ബഹുമാനപ്പെട്ടവര് മദീനയിൽ ചെന്നു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചു. സിദ്ദീഖ് തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും പ്രകീർത്തിച്ചു. ഫലമ്മാ ഫറഗ, മഹാനവറുകളുടെ സിയാറത്തും അവിടുത്തെ കാവ്യങ്ങളും കഴിഞ്ഞപ്പോ അലാഫഹു റജുലുൻ റാഫിളിയുൻ, അതാ സ്വീകരിക്കാൻ വേണ്ടി റാഫിളിയാക്കളിൽപ്പെട്ട ഒരാൾ വിളിച്ചു മഹാനവറുകളെ. വഅലഖ അബ്വാബഹു, വാതിലുകളൊക്കെ അടച്ചു. വഅതാഹു ബിസൈഫിൻ, ഒരു വാള് കൊണ്ടുവന്നു. എന്നിട്ട് ചോദിക്കുകയാണ്, എടാ നിന്റെ തലയറുത്തു മാറ്റട്ടെ, അല്ലെങ്കിൽ നിന്റെ നാവറുത്തു മാറ്റട്ടെ, നീ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പവിത്രമായ മദ്ഹ് പറഞ്ഞ നിന്റെ നാവ്, അല്ലെങ്കിൽ അതിന് സാന്നിധ്യമരുളിയ നിന്റെ തല അറുത്തു മാറ്റട്ടെയോ? അതിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ ഹബീബായ റസൂലുള്ളാഹിനെ ചീത്ത പറയണം, അല്ലെങ്കിൽ അവിടുത്തെ മദ്ഹിൽ നിന്ന് മാറി നിൽക്കണം എന്ന് പറയുമ്പോ മഹാനവറുകൾ പറഞ്ഞു, ഒരു പ്രശ്നവും ഇല്ല. ഹബീബായ റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ സ്വാഹിബൈനിയെ ചീത്ത പറയാൻ ഇഷ്ടപ്പെടുന്നവർ, അവരുടെ മുമ്പിലേക്ക് കഴുത്ത് വേണോ നാവ് വേണോ? ഞാൻ മുഴുവനും ഹബീബിന് വേണ്ടിയാണ്. അപ്പോഴേക്ക് വശതമവ സബ്ബ ഫഖത ലിസാനഹു, അല്ലാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിച്ച മനുഷ്യനെ, ഹബീബായ നബി തങ്ങളുടെ മദ്ഹ് പറഞ്ഞ മനുഷ്യനെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മഹത്വം പറഞ്ഞ മനുഷ്യനെ, ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ മൗലിദ് ഓതിയ മനുഷ്യന്റെ നാവങ്ങറുത്ത് മാറ്റുകയാണ്. ആ മനുഷ്യൻ യഥാർത്ഥ മുഹിബ്ബാണ്. ഹുബ്ബുൻ നബി വമദ്ഹുഹു ഖൈറുൽ അമൽ ഫഅസല്ലില്ലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. പവിത്രമായ മദീനയുടെ മണൽത്തരികളോട് മനസ്സുകൊണ്ട് സല്ലാപം നടത്തിയിട്ട് പ്രണയത്തിന്റെ പ്രകർഷ്ട പ്രപഞ്ചത്തിലെ പ്രകാശബിന്ദുക്കളെ ഹൃത്തടത്തിലെ ജ്വലധാരകളിലേക്ക് കയറ്റാൻ പറ്റുന്ന ആള് നേരെ മുറിച്ചു മാറ്റിയ നാവും കൊണ്ട് പോവുകയാണ് ഇലാ ജനാബി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ സന്നിധാനത്തിലേക്ക് പോവുകയാ.
അള്ളാന്റെ ഹബീബിനെ മദ്ഹ് പറഞ്ഞ നാവറുത്ത് മാറ്റിയപ്പോ, റസൂലുള്ളാന്റെ മൗലിദോദിയ നാവറുത്ത് മാറ്റിയപ്പോ, ഷഹർ മുബാറക്കിന്റെ മദ്ഹ് പറഞ്ഞ നാവറുത്ത് മാറ്റിയപ്പോ, അതിന്റെ ഉടമസ്ഥരായ പ്രകീർത്തനങ്ങളുടെ മഹാപ്രപഞ്ചത്തിലെ പ്രകഷ്ടരേണുവായ ലോകമാകമാനമാടിയാലും അള്ളാന്റെ ഹബീബിന്റെ പ്രകീർത്തനത്തിന്റെ രാഗം തീരൂല. ആ നേതാവിന്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. വനാമ ഫറഅൽ മുസ്തഫ, വിനീതമായി മദീനയിൽ ചെന്ന് ഹബീബിനോട് പറഞ്ഞു, ഇതെന്റെ നാവ്, അവിടുത്തെ പ്രകീർത്തിച്ച നാവ്, തിരുസന്നിധാനത്തിന്റെ മഹിതഭാവങ്ങളെ കവിത കൊണ്ടലങ്കരിച്ച നാവ്, അതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ മഹാനവറുകൾ കിടന്നുറങ്ങുമ്പോ വരുന്നു, ഹബീബി വമലാഹി വകഅസി വമശ്റബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്ന സവിധത്തിൽ വന്ന് നാവെടുത്ത് വെച്ചു കൊടുക്കുകയാണ്. ഖതാദ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണ് കൊടുത്ത തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സലമത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കാല് മാറ്റി നന്നാക്കി കൊടുത്ത പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുടെ കണ്ണിന്റെ പൂർവസ്ഥിതിയിലേക്ക് രോഗം മാറ്റിയിട്ട് മടക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതാ വന്നുകൊണ്ട് നാവ് ശരിയാക്കി കൊടുക്കുന്നു. അതുകൊണ്ട് മാദിഹീങ്ങളെ, നമുക്ക് പോകാനുള്ള വീടെവിടെയാണ്? മദീനയാണ്. അന്ത്യനാളിൽ സത്യവിശ്വാസികളെ തിരിച്ചറിയാനുള്ള അടയാളം ഹബീബിനോട് പ്രണയം പറയുന്നവരാണ്. അതുകൊണ്ട് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു തവണയെങ്കിലും ഹബീബ് വരണം. അതല്ല, ഒരുപാട് തവണ റഹ്മത്തുല്ലിൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് ഹബീബിന്റെ തിരുമുഖമൊന്ന് കണ്ട്, അല്ലാഹുമ്മ അരിഫ്നാ വജ്ഹഹു, ആ ഹബീബായ റസൂലുള്ളാഹിനെ പരിചയപ്പെട്ടിട്ട് നാളെ ഖബറിലേക്ക് ചെല്ലുമ്പോ കാണിക്കപ്പെടുന്ന നേതാവന്റെ ഹബീബാണെന്ന് തിരിച്ചറിഞ്ഞ് വിളിച്ചു പറയാൻ ഭാഗ്യം നൽകണേ അല്ലാഹ്. നാളെ ഹബീബായ നബിതങ്ങൾ വരുമ്പോ എഴുന്നേറ്റ് നിൽക്കണം ഖബറിൽ. അതുകൊണ്ട് എന്റെ ഖബറിന്റെ ഉള്ളിലെ കുഴി നിൽക്കാൻ മാത്രം ആഴം വേണമെന്ന് വസിയ്യത്ത് ചെയ്ത മഹാനാണ് ഫാളിലെ ബറേൽവി ഇമാമേ അഹ്ലുസുന്ന അഹ്മദ് റിളാ ഖാൻ തങ്ങൾ. അതുപോലെ വേറെയും മഹാന്മാരുണ്ട്. അവരുടെ ആദരവ് ഹബീബിനെ സ്വീകരിച്ചുപോയി. മദീനയിലെ മണ്ണിനെ ചീത്ത പറഞ്ഞാൽ ഹബീബ് കിടക്കുന്ന സ്ഥലത്തെ മണ്ണല്ല, മദീനയിലെ ഏതെങ്കിലും ഒരു മേഖലയിലെ മണ്ണ് ചളിമണ്ണാണെന്ന് പറഞ്ഞാൽ അവനെ 300 അടിയടിച്ചിട്ട് ജയിലിൽ അടക്കണമെന്ന് ഫത്വ കൊടുത്തു മാലിക് ഇമാം തങ്ങള്. അപ്പൊ എന്റെ മുഅ്മിനേ, അറിഞ്ഞോ അറിയാതെയോ റസൂലുള്ളാഹിന്റെ ശഅർ മുബാറക്കിനെ മോശം പറഞ്ഞു പോയാൽ ഇന്ന് മദ്ഹബിന്റെ ഇമാമീങ്ങൾ ഉണ്ടെങ്കിൽ എന്ത് ഫത്വ കൊടുക്കുമായിരുന്നു. അല്ലാഹു നമ്മുടെ ഖൽബിൽ ഈമാൻ വർദ്ധിപ്പിച്ചു തരട്ടെ, റസൂലുള്ളാഹിനോട് ഇഷ്ഖ് വർദ്ധിപ്പിച്ചു തരട്ടെ. ഒരുപാട് തവണ ഹബീബിന്റെ ചിരിക്കുന്ന മുഖം കണ്ട് അവസാനം അവിടുത്തെ ആദരണീയമായ മുഖം അനുഭവിച്ചുകൊണ്ട് മരിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. 2 വാക്ക് പറഞ്ഞോട്ടെ. ഉഹദിന്റെ രണാങ്കണമാണ്. ഒരു മൂലയിൽ നിന്നൊരു നിലവിളിയാണ്, യാ റസൂലല്ലാഹ്, അവിടുത്തെ കാലം ഉയർത്തിത്തരണം നബിയേ. അതാ പെടഞ്ഞു വീണിട്ട് മരിക്കാൻ അടുത്ത് കിടക്കുന്ന സഹാബിയുടെ വിളി കേട്ടപ്പോ അറിയാതെ റസൂലുള്ളാഹിന്റെ കാൽപാദം അങ്ങ് പൊങ്ങിയപ്പോ അള്ളാന്റെ ഹബീബിന്റെ ഒരു അനുയായി തലവലിച്ച് റസൂലുള്ളാഹിന്റെ കാലിന്റെ മേലേക്ക് വെക്കുമ്പോ വഫാറഖ ദുനിയാ,
ദുനിയാവിനോട് വിട പറഞ്ഞു പോയി. എത്ര വലിയ ഭാഗ്യമാണ് റസൂലുള്ളാഹിന്റെ കാലിൽ കിടന്ന് മരിക്കാനാ സ്വഹാബിക്ക് കിട്ടിയത്. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് ഭാഗ്യമുണ്ടായില്ല. ആ ഹബീബിനെ ഒന്ന് കാണിച്ചു തരണം റഹ്മാനേ. ഒരുപാട് സ്വലാത്ത് ചൊല്ലാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ആ മദീനയിലെ രാജാവിനെ പ്രണയിച്ചിട്ട് ആ ഹബീബിനെതിരെ വരുന്ന മുഴുവൻ ആരോപണങ്ങളെയും കൃത്യമായി എതിർത്ത് തോൽപ്പിക്കാനുള്ള കരുത്ത് നൽകണേ അല്ലാ. അല്ലാഹുവിന്റെ ഹബീബിനെ ഹൃദയത്തിൽ നിറച്ചു തരണേ അല്ലാ.